ഇന്ത്യയുടെ കാര്യത്തിൽ ട്രംപിന് ചെറുതായിട്ടൊന്ന് കൈവിറയ്ക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാവുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തീരുവ ചുമത്തുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്നും ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും അത് നിലവിൽ വരുമെന്നും പറഞ്ഞ ആൾ ഇപ്പോൾ പറയുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നാണ്. അതിന് ഇനിയും സമയമെടുക്കുമത്രേ. ചർച്ചകൾ തുടരുകയാണെന്നും ഇതിൽ ധാരണയിൽ എത്തിയില്ലെങ്കിൽ ഇന്ത്യ 25% വരെ ഇറക്കുമതി തീരുവ നേരിടേണ്ടി വരുമെന്നുമാണ് ട്രംപ് പറയുന്നത്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിൽ കാര്യമായി വ്യക്തത കുറവുണ്ടെന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് പുതിയ പ്രസ്താവന. അതേസമയം 10% നിന്നും കുത്തനെ 25% ആയതിൽ തെല്ലാശങ്ക ഇന്ത്യക്കുണ്ട് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ 2-3 ദിവസമായി സ്കോട്ട്ലാൻഡ് യാത്രയിലായിരുന്ന ട്രംപ് തിരിച്ചെത്തിയ ശേഷമാണ് പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ അന്തിമമാക്കിയിട്ടില്ല എന്നും ഡൊണാൾഡ് ട്രംപ് തന്നെ ആവർത്തിക്കുകയുണ്ടായി. എന്നാൽ ഈ അവസരത്തിലും ഇന്ത്യ പാക് വെടിനിർത്തൽ സംബന്ധിച്ച അവകാശവാദം ആവർത്തിക്കാൻ അദ്ദേഹം മറന്നിട്ടില്ല. ഇന്ത്യ തന്റെ നല്ല സുഹൃത്താണെന്നും തന്റെ ആവശ്യപ്രകാരം തന്നെയാണ് പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ നിന്നും ഇന്ത്യ പിന്മാറിയതെന്നും പറഞ്ഞ ട്രംപ് 25% തീരുവയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ഇന്ത്യ മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ തീരുവ നമ്മളിൽ നിന്നും ഈടാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു കരാർ അന്തിമമായില്ലെങ്കിൽ തിരഞ്ഞെടുത്ത കയറ്റുമതികൾക്ക് 20 മുതൽ 25% വരെ US തീരുവ ചുമത്തൽ നേരിടാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ ഇളവുകളിലേക്ക് തിടുക്കം കൂട്ടുന്നതിന് പകരം ഓഗസ്റ്റ് പകുതിയോടെ ഒരു US പ്രതിനിധി സംഘം സന്ദർശിക്കുമ്പോൾ വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തോടുകൂടി സമഗ്രമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിലേക്ക് നീങ്ങുക എന്നതാണ് ലക്ഷ്യമെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. ചർച്ചകൾ പോസിറ്റീവ് ആണെങ്കിലും ചില മേഖലകൾ, പ്രത്യേകിച്ച് കൃഷി, ക്ഷീരമേഖല എന്നിവ തർക്ക വിഷയമായി ഇപ്പോഴും തുടരുകയാണ്. സോയാബീൻ, ചോളം തുടങ്ങിയ ജനിതക മാറ്റം വരുത്തിയ വിളകളുടെ ഇറക്കുമതിക്കെതിരായ നിലപാടിൽ ഇന്ത്യ ഉറച്ചു തന്നെ നിൽക്കുന്നതാണ് ചർച്ചകൾക്ക് തടസ്സമാവുന്നത്. മാത്രമല്ല അവയുടെ പാലുൽപ്പന്ന വിപണി തുറക്കാനും ഇന്ത്യ ഇനിയും തയ്യാറായിട്ടില്ല. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. 2026 ആകുമ്പോഴേക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഏകദേശം $129 ബില്യൺ ചരക്കുകളിൽ എത്തും. ഇന്ത്യക്ക് ഏകദേശം $46 ബില്യൺ വ്യാപാര മിച്ചം ലഭിക്കും. അതിനിടയിലാണ് തീരുവ വിഷയം ഉന്നയിച്ചുകൊണ്ട് ട്രംപ് മുന്നോട്ട് വരുന്നത്. ട്രംപിന്റെ നീക്കം വിജയിച്ചാൽ ഇന്ത്യയുടെ വ്യാപാര മിച്ചത്തിൽ ഗണ്യമായ ഇടിവിന് സാധ്യതയുണ്ട്. അതിനിടെ കൂടുതൽ വിശാലമായ തീരുവ നയത്തെക്കുറിച്ച് ട്രംപ് സൂചന നൽകിയിട്ടുമുണ്ട്. ഉഭയകക്ഷി വ്യാപാര കരാറുകളില്ലാത്ത മിക്ക രാജ്യങ്ങൾക്കും ഉടൻ തന്നെ 15% മുതൽ 20% വരെയുള്ള തീരുവ ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏപ്രിലിൽ അദ്ദേഹം അവതരിപ്പിച്ച 10% അടിസ്ഥാന തീരുവയേക്കാൾ വളരെ കൂടുതലായിരിക്കും ഇത്.